നിങ്ങൾ ഓരോരുത്തരും അറിയണം, ലോസ് ആഞ്ചൽസിൽ നിന്ന് അഗ്നിജ്വാലകൾ ആകാശത്തേക്ക് ഉയർന്നപ്പോൾ ഏതെങ്കിലും വികാരജീവികളല്ല പ്രതികരിച്ചത്. ലോകത്തുള്ള മീഡിയകൾ മുഴുവനും ആവർത്തിച്ച് പറഞ്ഞ ഒരു കാര്യമാണ്, ഇത് ഖുദ്സിലെ കുരുന്നുകളുടെ കണ്ണുനീരാണ്, ഇത് ഫലസ്തീനിലെ പാവപ്പെട്ടവരുടെ കണ്ണുനീരാണ് തീഗോളമായി പെയ്ത് വീണുകൊണ്ടിരിക്കുന്നത് എന്നത് ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ സോഷ്യൽ മീഡിയ കമന്റ് അല്ല. പാർഷ്യാലിറ്റിയോടുകൂടി ഏതെങ്കിലും ഒരു ഓർഗനൈസേഷൻ എഴുതിയതല്ല. അൽ ജസീറയെ പോലെയുള്ള മുസ്ലിം നാമമുള്ള മീഡിയകൾ എഴുതിയതല്ല. മറിച്ച് വിളിച്ചു പറഞ്ഞത് ഇവിടെയുള്ള എല്ലാ മീഡിയകളും സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. ലോകത്തെ ഏറ്റവും ആധുനികമായ ടെക്നോളജിയും സാങ്കേതിക സംവിധാനങ്ങളും വെച്ചു പുലർത്തുന്ന ലോക പോലീസിന്റെ ആസ്ഥാന മന്ദിരത്തിൽ അഗ്നി ഉയർന്നിട്ട് ലോക സിനിമകളുടെ മുഴുവൻ സ്ക്രീനുകളിലും മിന്നിമറയുന്ന താരങ്ങളും അതിന്റെ പശ്ചാത്തല സൗന്ദര്യങ്ങളും ചാമ്പലായി പതിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയമുള്ളവരെ, ഇവിടെ ആലോചനയുടെ അധ്യായങ്ങളുണ്ട്. ഇവിടെ പഠിക്കാൻ ചില പാഠങ്ങളുണ്ട്, അറിയാൻ ചില അധ്യായങ്ങളുണ്ട്. അവിടെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുകയാണ്, വമകറൂ മക്റൻ വമകർനാ മക്റൻ വഹും ലാ യശ്ഉറൂൻ. അവർ ചതിയൊരുക്കുകയാണ്, കെണിവലകൾ തയ്യാറാക്കുകയാണ്. പാവപ്പെട്ട ഫലസ്തീനിലെ മുഹമ്മദ് ദുർറയെ പോലെ, അങ്ങ് സിറിയയിലെ ബന്ന അൽ അബാദിനെ പോലെ തെരുവോരത്തേക്ക് വലിച്ചെറിയപ്പെടുകയും ലോകത്തെ അഭയാർത്ഥി ക്യാമ്പുകളിലേക്ക് തള്ളപ്പെടുകയും ചെയ്ത പതിനായിരക്കണക്കിന് കുരുന്നുകളും പാവങ്ങളും സ്ത്രീകളും വിളിച്ചു ചോദിക്കുന്നുണ്ട്, ഞങ്ങൾ എന്താ അപരാധമാണ് ചെയ്തത് എന്ന്. 10,000-ഓളം വരുന്ന എണ്ണപ്പെടുന്ന ഭവനങ്ങളാണ് ലോസ് ആഞ്ചൽസിൽ ചാമ്പലായത്. 35,000 ഏക്കർ ഭൂമിയാണ് ചാമ്പലായിരിക്കുന്നത്. 102-ലേറെ ചതുരശ്ര കിലോമീറ്ററാണ് US-ന്റെ മുമ്പിൽ നിന്നുകൊണ്ട് കത്തിയെരിയുന്നത്. അന്തരീക്ഷത്തിൽ നിന്ന് വാതകപ്രയോഗം നടത്തിയിട്ട് മതിയാവണില്ല. ജലസ്രോതസ്സുകളിൽ പലതും വെള്ളം കാണാനില്ല. മഴ പെയ്തിട്ട് കാലമായി. അപ്പോൾ മഴ പെയ്യിക്കുന്നവൻ ആരാണ്? വെള്ളം തരുന്നവൻ ആരാണ്? അന്തരീക്ഷത്തിന്റെ നിയന്ത്രണം ആരുടെ കയ്യിലാണ്? ലോക രാഷ്ട്രീയത്തിന്റെ ലെറ്റർ പേഡ് ഒരു ഭരണാധികാരിയുടെ കയ്യിലുണ്ടാകാം, പക്ഷേ അന്തരീക്ഷത്തിന്റെ അധികാരി ആരാണ്? മഴ പെയ്യണോ വേണ്ടേന്ന് തീരുമാനിക്കുന്നവൻ ആരാണ്? ഇങ്ങനെ എന്റെയും നിങ്ങളുടെയും ആലോചനാപദങ്ങളെ പ്രപഞ്ചത്തിന്റെ പ്രതിഭാസങ്ങളിലേക്ക് കടത്തിവിടുമ്പോഴാണ് അല്ലാഹു എന്ന വിളിയുടെ പ്രസക്തി അറിയുന്നത്. പ്രപഞ്ചാധിപനെ കുറിച്ചുള്ള ആലോചന വരേണ്ടത്. ഖുർആൻ വിളിച്ചു പറയുകയാണ്, ഫതിൽക ബുയൂതുഹും ഖാവിയത്തും ബിമാ ളലമൂ. അവരക്രമിച്ച കാരണമായി അവരുടെ വീടുകൾ തരിപ്പണമായിരിക്കുകയാണ്. ഇന്ന ഫീ ദാലിക ലആയതൻ ലിഖൗമി യഅലമൂൻ. അവബോധമുള്ളവരെ, നിങ്ങൾക്കിവിടെ ചിന്തിക്കാനുണ്ട്. ആലോചനയുള്ളവരുടെ, അന്വേഷണമുള്ളവരുടെ, മാനുഷിക മൂല്യങ്ങളുള്ളവരുടെ ഓർമ്മയിലേക്ക്, അറിവിലേക്ക് ഖുർആൻ പറയുകയാണ്. കഴിഞ്ഞ കാലങ്ങളിൽ ഒരുപാട് പരമാധികാരികൾ കഴിഞ്ഞുപോയി. ഞങ്ങളാണെല്ലാം എന്ന് പറഞ്ഞ ഒരുപാട് ദുശക്തികൾ കഴിഞ്ഞുപോയി. ഞാനാണ് ഈ ലോകത്തിന്റെ സ്രഷ്ടാവെന്ന് വാദിച്ചവർ കഴിഞ്ഞുപോയി. അവരുടെ പരിണിതിയെക്കുറിച്ച് ഖുർആൻ പറഞ്ഞു തന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ അവരെ പോലെ അഹങ്കാരികളാവാതിരിക്കാൻ. ലോകത്തിലെ പല താൽക്കാലിക ശക്തികളെയും ഭരണകൂടങ്ങളെയും രാജ്യങ്ങളെയും ഇല്ലായ്മ ചെയ്യാൻ ആയേക്കാം. എന്നാൽ നിങ്ങൾക്കൊരിക്കലും പ്രപഞ്ചാധിപനെ പരാജയപ്പെടുത്താനാവില്ല.
അതുകൊണ്ട് ഏതൊരു വ്യക്തിയും ഏതൊരു ഭരണാധികാരിയും ഒന്ന് ആലോചിക്കണം. ഖുർആൻ പറയുകയാണ്, അവലം യസീറൂ ഫിൽ അർളി ഫയൻദുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം വകാനൂ അശദ്ദ മിൻഹും ഖുവതൻ വമാ കാന അല്ലാഹു ലിയുഅ്ജിസഹു മിൻ ശൈഇൻ ഫിസ് സമാവാതി വലാ ഫിൽ അർളി ഇന്നഹു കാന അലീമൻ ഖദീറാ. അവലം യസീറൂ ഫിൽ അർളി, അവരീ ഭൂവിധാനത്തിലൂടെ ഒന്ന് സഞ്ചരിക്കുന്നില്ലേ? ഫയൻദുറൂ കൈഫ കാന ആഖിബത്തുൽ ലദീന മിൻ ഖബ്ലിഹിം, കഴിഞ്ഞകാല ജനതയെക്കുറിച്ച് അവരൊന്ന് ആലോചിക്കുന്നില്ലേ? എന്താണ് അവരുടെ പരിണിതി എന്ന് ആലോചിക്കുന്നില്ലേ? വകാനൂ അശദ്ദ മിൻഹും ഖുവ്വ, അവർ നിങ്ങളെക്കാൾ സൂപ്പർ പവറുകളായിരുന്നു. റോം എവിടെ പോയി എന്ന് നിങ്ങൾ ആലോചിക്കണം. പേർഷ്യ എവിടെ പോയി എന്ന് നിങ്ങൾ ആലോചിക്കണം. സാർ ചക്രവർത്തിമാരുടെ അധികാര മണ്ഡലങ്ങൾ എവിടെയെന്ന് നിങ്ങൾ ആലോചിക്കണം. ആധുനിക ആഗോള രാഷ്ട്രീയത്തിലും ഉന്നതന്മാരായി നിന്ന ആഗോള രാഷ്ട്രീയ ശക്തികൾ എവിടെ പോയി എന്ന് നിങ്ങൾ അറിയണം. ഏതൊരു ജനതയോടും അക്രമം കാണിച്ച ഭരണാധികാരികളോ ഭരണകൂടങ്ങളോ എന്നൊന്നും ഇവിടെ ഉണ്ടായിട്ടില്ല. അതെപ്പോഴും ആലോചിക്കാനും അറിയാനുമുള്ള കാര്യമാണ്. അവരെ എല്ലാവരെയും പരാജയപ്പെടുത്തിയ ഒരു വിചാരമുണ്ട്. ആ വിചാരം എന്തായിരുന്നു? എല്ലാം എന്റെ കഴിവ് കൊണ്ടാണ്, ഞാനാണ് നിയന്ത്രിക്കുന്നത്, ഞങ്ങളെ തൊടാൻ ആരുമില്ല എന്നാലോചിച്ച ശക്തികളാണ് നിലംപതിച്ചവർ മുഴുവൻ.